എങ്കിൽ നിന്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നിയിട്ടാവും ആദ്യ സിനിമയുടെ കാര്യം പറയാതിരുന്നത്. അതെ, ആദ്യ 2 ടിക്കറ്റും ബുക്ക് ചെയ്ത് നിന്നെയും കുട്ടി സിനിമയ്ക്ക് പോകാൻ അമ്മയോട് പെർമിഷൻ വാങ്ങിയിട്ടാ അങ്ങോട്ട് വന്നത്. ഓഹോ, അവന്റെ വീട്ടിൽ വെച്ച് ഒരുത്തിയുടെ തല്ലുകൊണ്ടതിനുള്ള കൂലിയായിരിക്കും ഈ സിനിമ ഓഫർ. തൊള്ളാം ആരങ്ങോട്ടന്റെ ബുദ്ധി. നിന്നെ ആ പെണ്ണ് തല്ലിയതിന് ആദ്യം എന്ത് ചെയ്യാനാ? അവൻ നിന്റെ വിഷമം തീർക്കാൻ വന്നതാണോ ഇത്ര വലിയ കുറ്റമായി പോയത്? അവനൊരു സിനിമ കാണിച്ചെന്നാ എന്റെ വിഷമം തീരുന്നാണോ അമ്മയെ വിചാരിച്ചിരിക്കുന്നത്? അവൻ എന്തായാലും എന്നെ സിനിമ കാണാൻ ക്ഷണിക്കാതിരുന്ന നന്നായി. ക്ഷണിച്ചിരുന്നെങ്കിൽ എന്റെ വായിരിക്കുന്നൊക്കെ അവൻ കേട്ടേനെ. നീ എന്തിനാടി തുളസി അവനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? ആദ്യക്ക് എന്ത് ചെയ്യുന്നതിലും പരിമിതികളില്ലേ? അതുകൊണ്ടല്ലേ അവന് പലതിലും പ്രതികരിക്കാൻ പറ്റാത്തത്? ആണല്ലോ, പരിമിതികൾ ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. അങ്ങനെയുള്ളവര് വീട്ടിൽ അടങ്ങിയിരിക്കണം. സിനിമ കാണാൻ ക്ഷണിച്ചിരിക്കുന്നു. ഞാൻ അവന്റെ കൂടെ സിനിമയ്ക്ക് പോയി നിങ്ങാനും ദുർഗാമ്മ അറിഞ്ഞ ആ തിയേറ്ററിൽ കയറി വന്ന് അവരെന്നെ തല്ലും. അപ്പോഴും ഈ മകൻ കൈയും കെട്ടി നോക്കി നിൽക്കുകയുള്ളൂ. അങ്ങനെ ഒരുത്തിനെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ കൂടെ പോവും? നടക്കില്ല അമ്മ, അവനായിട്ടുള്ള ഒരു ഇടപാടും നടക്കില്ല. ആ കേസങ്ങ് വിട്ടേക്ക്, അതാ എല്ലാവർക്കും നല്ലത്. ചേട്ടാ, ആദി, സുനു തലവേദന എടുത്ത് കിടക്ക. നീ ആതിരയെ പോയി ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് വാ. ആ കുട്ടി ആരെങ്കിലും വിളിച്ചില്ലെങ്കിലേ അത് വരില്ല. പിന്നെ നീ അവളെ ഫോണിൽ വിളിച്ച് വരാൻ പറ ദുർഗ. അല്ലാതെ ഇവൻ പോയി അവളെ വിളിച്ചോണ്ട് വരുന്ന കാര്യമൊന്നുമില്ല. ഇതെന്താ ഹോട്ടലോ? ഫോണിൽ വിളിച്ച് ഫുഡ് കഴിക്കാറായോ എന്ന് ചോദിക്കാൻ. വീട്ടിൽ വന്നൊരു ഗസ്റ്റിനെ ആഹാരം കഴിക്കാൻ വിളിച്ചതുകൊണ്ട് നിങ്ങളുടെ മകന്റെ മാനമൊന്നും ഇടിഞ്ഞു പോവില്ല. സാധാരണ അച്ഛന്മാരെ മക്കളെ അനുസരണ പഠിപ്പിക്കാനാ നോക്കുന്നത്. ഇവിടെ ഒരാള് അനുസരണയുള്ള മോനെ അനുസരണക്കേട് പഠിപ്പിക്കുക. ഞാൻ എന്ത് പഠിപ്പിച്ചാലും അതെന്റെ മകനെയാ. നീ എവിടുന്നോ കയറി വന്നൊരു പെണ്ണിനെയാ ഇവിടെ പിടിച്ചു നിർത്തി വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. വേണ്ടാത്ത ശീലോ? അല്ലാതെ പിന്നെ ഒരു വീട്ടിൽ വന്ന് അവരുടെ ഔദാര്യത്തിൽ താമസിക്കുമ്പോ ആ വീട്ടിലെ സമയത്തിന് വന്ന് ആഹാരം കഴിക്കാനുള്ള മര്യാദ ആ കുട്ടി കാണിക്കണം. ഇനി അതല്ലെങ്കിൽ അവൾക്ക് വിശക്കുമ്പോ വന്ന് കഴിക്കട്ടെ എന്ന് നീ വിചാരിക്കണം. അല്ലാതെ ഇത് ഒരുമാതിരി. നിങ്ങൾക്കങ്ങനെ തോന്നും. കാരണം ഔദാര്യത്തിൽ വന്ന് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി മൂക്കുമുട്ട തിന്നിട്ട് പോകുന്നവരെയല്ലേ നിങ്ങൾക്കറിയൂ. ആതിരേ ആ കൂട്ടത്തിൽ പെട്ടവളല്ല. അമേരിക്കയിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ച് തിരിച്ചു വന്നവളാ. ആണോ? എന്നിട്ട് ആ അന്തസ്സിന്റെ കൊമ്പൊന്നും ഞാൻ അവൾക്ക് കണ്ടില്ലല്ലോ. ഞാൻ കണ്ടത് അവൾക്ക് പുറകിൽ അന്തസ്സില്ലാത്തൊരു വാല, മംഗളപ്പച്ചി എന്നുള്ളൊരു വാല്. അത് വേറെ ചിലർക്കും മുളച്ച് ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിനുള്ള മറുപടി എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല. ആഹാരത്തിന് മുമ്പിൽ വെച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ള എന്റെ ഭർത്താവുമായിട്ട് ഒരു തർക്കം വേണ്ടാന്ന് വെച്ചിട്ടാ. നിങ്ങൾ കഴിച്ചോ? ആതിരെ ഞാൻ പോയി വിളിച്ചോണ്ട് വന്നോളാം. വേണ്ടമ്മേ, ഞാൻ പോയി വിളിച്ചോളാം. നീ നിന്റെ അച്ഛനെ ധിക്കരിക്കുകയാണോ? അമ്മ പോയി അവളെ വിളിച്ചോണ്ട് വന്നാലും അച്ഛന് ഇഷ്ടപ്പെടില്ല. അപ്പൊ പിന്നെ ഞാൻ പോകുന്നതാ തമ്മിൽ ഭേദം. Yes, come in. കമ്മിന ആരാ? അകത്തേക്ക് വരൂ. ആരാ അകത്തേക്ക് കയറി വരാൻ പറ്റാത്ത ആള്?
മാഡം ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു, അതും കൊണ്ട് വന്നതാ. ഇവിടുന്ന് ആരും ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ആദി, ആ നീയേ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്തിരുന്നോ? ഇല്ല. എന്താ ദുർഗ, ആരാത്? പ്രസാദേട്ടൻ എന്തെങ്കിലും ഓർഡർ ചെയ്തോ? ഇല്ല. എന്ത് ഫുഡാന്ന് ചോദിച്ചു? ഇവിടുന്ന് ആരും ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. എന്ത് ഫുഡാ? ഗുലാബ് ജാമുനാണ് മാഡം. അമ്പടി കേമി, അപ്പോഴത്തേക്ക് നീ ഇതിവിടെ എത്തിച്ചോ? ഓർഡർ ചെയ്തെന്ന് പറയണ്ടേ മാമ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മ ഇത് അഡ്രസ് മാറിയതാവും. ഏയ്, അഡ്രസ് മാറിയിട്ടൊന്നുമില്ല. ദൈവമംഗലം, ഹൗസ് നമ്പർ 103. അഡ്രസ് ശരിയല്ലേ? അഡ്രസ് ശരിയാ. ബുക്ക് ചെയ്ത ആളിന്റെ പേരില്ലേ? ഇല്ല, പക്ഷെ ഓൺലൈൻ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതാരാ പേര് പറയാതെ ഗുലാബ് ജാമുൻ ഓർഡർ ചെയ്തത്? പിന്നെ എന്തായാലും ഞാൻ ഗുലാബ് ജാം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. നീ അത് വാങ്ങിച്ചോ ദുർഗ? വാങ്ങിച്ചോളൂ മാഡം, ബില്ല് പേ ചെയ്തല്ലേ. അങ്ങനെ ആരെങ്കിലും വാങ്ങിച്ചേക്കുന്ന ഫുഡൊന്നും ഇവിടെ വാങ്ങി വെക്കാൻ പറ്റില്ല. കൊണ്ടുപോയിക്കോ തിരിച്ച്. എന്റെ ആദി, നീ കൂടി നിന്റെ അമ്മയോടൊന്ന് പറയടോ. ആന്റി, അതെ ധൈര്യമായി വാങ്ങിച്ചോ ആന്റി. ഗുലാബ് ജാമുൻ ഞാൻ ഓർഡർ ചെയ്തതാ. എടി കള്ളി, നീ അതിനിടയ്ക്ക് ഒരു ഗോൾ അടിക്കുന്നു. യെസ് മോളെ അതിരി, നീയോ? യെസ്, അതെ ആന്റി. അങ്കിളിന് ഗുലാബ് ജാമുൻ വളരെ ഇഷ്ടമാണെന്ന് മാമൂസ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ആരോടും പറയാതിരുന്നത്. നീ കൊള്ളാലോ. എന്തായാലും ഇത് വാങ്ങിച്ചിട്ട് നീ തന്നെ എല്ലാവർക്കും കൊടുക്ക. ഓക്കേ. നിനക്ക് ഗുലാബ് ജാമുൻ അല്ല തരേണ്ടത്, മോന്തക്കിട്ട് 2 തൊഴിയാ. ഈ പ്രത്യേക സാഹചര്യത്തിൽ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് നീ ഇതെടുത്തോ. താങ്ക് യു. കയറി പോ. താങ്ക്സ് ഇട്ടോ മോളെ. അവളെ ഈ രാത്രിയിൽ അയക്കണ്ടായിരുന്നു അല്ലേ ചേട്ടാ? ഇനി ഫുഡ് ഡെലിവറിയിലെ ഫ്രണ്ടിനെ കാണാൻ പറ്റാതെ അവളെങ്ങാനും അത് കൊണ്ടുപോയി കൊടുക്കുമെന്ന എന്റെ പേടി. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. അയ്യോ, എന്നിട്ടാണോ ജേട്ടൻ അവളെ വിട്ടത്? എന്റെ ജേട്ട തുളസി അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതൊക്കെ തുളസി നോയിക്കോളും. അവളെ എന്റെയും നിന്റെ മകളല്ല, പ്രസയുടെയും കനകദുർഗയുടെയും മകളാ. ആ, കണ്ടില്ലേ തുള്ളിച്ചാടി വരുന്നത്? മിഷൻ സക്സസ്. അല്ലടി, നീ തന്നെ കൊണ്ടുപോയി കൊടുത്തോ? ഏയ്, തുളസി പോയില്ല, ഓൺലൈൻ ഡെലിവറി ഗേൾ. എന്റെ ഈശ്വര, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. തോറ്റെന്നോ? നോക്കച്ചാ, അമ്മ ഞാൻ ജയിപ്പിക്കല്ലേ ചെയ്തേ. അതെ, അമ്മയുടെ അച്ഛന്റെയും വിജയം തന്നെയാ നീ. ഞങ്ങളെ ജയിപ്പിക്കുമ്പോ നീയും ജയിക്കണം. ജയിച്ച് ജയിച്ച് ഉയരങ്ങൾ കീഴടക്കണം ഞങ്ങളുടെ മോള്. അച്ഛന് തോന്നുന്നുണ്ടോ ആ ഗുലാബ് ജാമുൻ ഓർഡർ ചെയ്ത് ആതിരാണെന്ന്? അവള് ചുമ്മാ തള്ളിയതാന്നേ. അല്ലെങ്കിൽ തന്നെ അച്ഛന്റെ ഇഷ്ടം അവൾ എങ്ങനെ അറിയാനാ? അച്ഛൻ പറഞ്ഞ അവളോട് ഗുലാബ് ജാമുൻ വേണോന്ന്. ഏയ്, ഞാൻ അവളോട് പറയൂ? ആ, പിന്നെ പറയാതെ തന്നെ എന്റെ ഇഷ്ടങ്ങളും രുചികളൊക്കെ അറിയുന്ന കുറച്ചു പേര്. ഇപ്പൊ ആതിര വന്നതോടെ ആദിത്യനൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നീ ഒന്നുകൂടി ആഞ്ഞു പിടിച്ച ആദിത്യനെ വീഴ്ത്താം. യെസ്, വീഴ്ത്തണം. എന്നിട്ട് വേണം ആ കാട്ടു തുളസി വേരോടെ പറിച്ചറിയാൻ. ചേച്ചി ചേച്ചി, എന്തായി? അവനവിടെ ഇല്ല. ഇല്ലേ? എന്റെ ദൈവമേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ നമ്മുടെ ആദ്യമോൻ അങ്ങോട്ട് കയറി പോകുന്നത്. ഇല്ലടി, അവനവിടെ ഇല്ല.
ആ തുളസിയുടെ ഏതൊരു കൂട്ടുകാരി മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. ചേച്ചി ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ. ആദ്യത്തിന് എങ്ങനെയാ മായായി പോകുന്നേ? ആ വീട്ടിനകത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഏയ്, അതിനുള്ള ധൈര്യമൊന്നും പ്രിയക്കും തുളസിക്കുമില്ല. ദുർഗാന്റെ പോയപ്പോ എന്നെ കൂടി വിളിക്കായിരുന്നല്ലോ. ആ വീട് മുഴുവൻ ഞാൻ സെർച്ച് ചെയ്ത് തരുമായിരുന്നു. അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഈ സുലുവാന്റെ പറയുന്ന കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ആ വീടിനകത്ത് തന്നെ ആദ്യമായിട്ട് അവർ ഒളിപ്പിച്ചിട്ടുണ്ടാവും. നമുക്കൊന്നുകൂടി പോയി അന്വേഷിച്ചാലോ? ഇന്നത്തോടെ നമുക്ക് ആദ്യേട്ടന്റെ എല്ലാ കള്ളത്തരങ്ങളും അവസാനിപ്പിക്കണം. ആദ്യേട്ടനെ തട്ടിക്കൊണ്ടു പോവാൻ തുളസിയും തുളസിയുടെ അമ്മയും കൂടി പ്ലാൻ ഇട്ടെന്ന് അങ്കിളിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കണം. അതൊന്നും നടക്കില്ല. പ്രസാദേട്ടന് അവർക്കെതിരെ ഒന്നും ചെയ്യില്ല. എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് ഈ ആദ്യത്തിന് എവിടെ മുങ്ങിയെന്നാ? ബീഗം സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കേ ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. ഇത് നിന്റെ സ്ഥിരം ഡ്രസ്സാക്കിയല്ലോ. എന്റെ ദൈവമേ, തലനാരടിക്കാൻ രക്ഷപ്പെട്ടത്. ഇടി അമ്മ പോയെന്ന് നീ ഒന്ന് നോക്ക്. കൊറേ നേരം എന്റെ അമ്മയോട് പ്രസംഗിച്ചത് നീയും കേട്ടതല്ലേ? കൊടുങ്കാറ്റ് വീശിപ്പോയ വഴി പോലെയാ ഇപ്പൊ ഈ വീടും മുറ്റമൊക്കെ. എന്തായാലും ഒരു ശാന്തത വന്നിട്ട് നീ ഇവിടുന്ന് ഇറങ്ങിയാ മതി. എനിക്ക് പേടിയാ. ഇടി അതല്ല, അമ്മ ചില്ലറക്കാരിയല്ല. വേണമെങ്കിലേ ആ മതിലിന്റെ പുറത്ത് ഒളിച്ച് നിൽപ്പുണ്ടാവും. അറിയാടാ, അതല്ലേ ഇത്രയും നേരായിട്ട് നിന്നെ ഈ റസിയ ബീഗത്തിൽ നിന്ന് മാറ്റാത്തെ. എന്താ ഇത്? അമ്മ ചിരിച്ച ഇതിപ്പോ മരണവീടാകേണ്ടിയിരുന്നതാ. എന്തായാലും എന്റെ ബുദ്ധി രക്ഷിച്ചു. ഞാനൊന്ന് മാറ്റട്ടെ. വേണ്ടടാ, നിനക്ക് ഇഷ്ടാണെങ്കിലേ നീ ഇങ്ങനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് ചെന്നോ. അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന കുതിരക്കുട്ടിക്ക് ഒരു കൂട്ടാവും. അല്ല, അതിലെയാണ് കുതിര. അവള് കുതിരയല്ല, ഓവർ കഴുതിയ. പിന്നെ തുളസി കഴുതകളോട് ഏറ്റുമുട്ടാത്തതുകൊണ്ട് കുതിരയാക്കിയതാ. നീ വന്നിരിക്കുന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാവരുത്. തുളസിയെ ഒരു ശത്രുവായി കണ്ട് ഇവിടുത്തെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കരുത്. ഓ മൈ ഗോഡ്, എന്നെ ഒരു പ്രശ്നക്കാരിയായാണോ അങ്കിൾ കാണുന്നത്? നീ വന്നതിന് ശേഷം ദുർഗയുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ട്. തുളസിയും ദുർഗയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നാ ഞാനും ആദ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ റിലേറ്റീവ്സ് അങ്കിളും ആന്റിയും ആദ്യമായിട്ടാണെന്ന് ഞാൻ കരുതിയത്. നിങ്ങൾക്ക് നല്ലത് വരണമെന്നുള്ള ചിന്ത എനിക്കുള്ളൂ. എന്തായാലും നിന്റെ വരവ് അത്ര നല്ല ഫലമല്ല ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സുലു ഇല്ലാത്തപ്പോ ദുർഗയെ സഹായിക്കാൻ ഒരാള് എന്ന് പറഞ്ഞിട്ടാ മംഗളപ്പച്ചി നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. You mean servant? അങ്ങനെ ആണോന്ന് ചോദിച്ചാ ഞാനെന്ത് പറയാനാ? നിനക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. ഓക്കെ അങ്കിൾ, അങ്കിളിന്റെ മനസ്സിൽ ഇതാണെന്ന് ഇപ്പൊ എങ്കിലും പറഞ്ഞല്ലോ. താങ്ക്സ്. നിക്കേ, കൊണ്ടുപോയിക്കോ. അവർക്കിപ്പോ ഒരു പേടിയുള്ളൂ, തുളസിയും ആദ്യം തമ്മിൽ അടുക്കുമെന്ന്. അവർ കളിക്കൂട്ടുകാരില്ലേ? ചെറുപ്പത്തിലെ ഇഷ്ടവും ഇഷ്ടക്കേടും വളരുമ്പോ മനസ്സിന്റെ ബന്ധത്തിന് ശക്തി കൂട്ടും. തുളസിയുടെയും ആദിയുടെയും കാര്യത്തിൽ അവരുടെ കളിയും ചിരിയും പിണക്കവും ഇണക്കവുമെല്ലാം അവരുടെ ഇഷ്ടത്തിന്റെ തീവ്രതയായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും മനസ്സിലാകെ പേടിയ ചേട്ടാ. എവിടേക്കാവും അവരുടെ ബന്ധം ചെന്നെത്തുക എന്നൊരു ടെൻഷൻ. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നീ പേടിക്കാതിരിക്കുക. എന്ത് പ്രശ്നം ഉണ്ടായാലും പ്രസയുണ്ടല്ലോ. എന്ത് കാര്യവും കൈകാര്യം ചെയ്തോളും. ഇപ്പോഴിങ്ങനെ ഒന്നിലും തൊടാതെ അറിയാതെ നിൽക്കുന്നു എന്നത് കാര്യമാക്കണ്ട.
ഒരു പ്രശ്നം വരട്ടെ, വളരെ കൃത്യമായ ഡിസിഷൻ കൃത്യസമയത്ത് പ്രസ എടുത്തിരിക്കും. അതിനുള്ള എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട്. തുളസിയെ പ്രസയ്ക്ക് ജീവന. അവള് വിട്ടുകളയാൻ ഒരിക്കലും തയ്യാറാവില്ല. ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട പ്രസാദേട്ടാ. ഇത് കുറച്ച് അർജന്റ് ഫയൽസാ ദുർഗ. ഇതെന്താ പഴയ പോലീസുകാരുടെ നോട്ടം? പഴയതായാലും പുതിയതായാലും കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള നോട്ടം ഒരുപോലെയാ. അച്ഛാ, ഇത് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. എന്താടാ? അച്ഛൻ എന്നെ വിശ്വാസമുണ്ടോ? വിശ്വസിക്കാതിരിക്കാൻ പറ്റൂടാ? ഞാൻ നിന്റെ അച്ഛനും നീ എന്റെ മകനും അല്ലേ? അപ്പൊ പിന്നെ പരസ്പരം വിശ്വസിച്ചല്ലേ പറ്റൂ. എന്നാ ഇത് അമ്മമാർക്ക് ബാധകമല്ലേ? ബാധകമല്ല. നീ വളഞ്ഞു മൂക്കി പിടിക്കണ്ട. എന്താ നിന്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. എന്നാ പറ, എന്തിനു വേണ്ടിയായിരുന്നു ആ ഷോ? നിങ്ങൾക്ക് അമ്മയ്ക്കും മോനും ഇത് മനസ്സിലായി. എന്നാ ഇത് എന്താ സംഭവം എനിക്കറിയണ്ടേ? പറ, എന്താ കാര്യം? അതച്ഛൻ ഞാൻ പറയാം. ഈ അമ്മയ്ക്ക് ഒട്ടും വിശ്വാസമില്ല. ഞാനൊന്നുമില്ലെങ്കിലും അമ്മയുടെ മോനല്ലേ. എടാ നീ കാര്യം എന്താന്ന് പറ. അമ്മ ഇന്ന് തുളസിയുടെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. പോയതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പോയ കാരണം കുറച്ച് നാണക്കേട് ഉണ്ടാക്കുന്നതാ. ഞാൻ തുളസിയുടെ വീടിനകത്ത് കയറി ഒളിച്ചിരിക്കാന്ന് പറഞ്ഞ് അമ്മ അവരുടെ വീടിനകത്ത് കയറി സെർച്ച് ചെയ്തു വെച്ചാ. വീടിനകത്ത് കയറി അന്വേഷിച്ചു. അതിലെന്താ ഇത്ര തെറ്റ്? എന്റെ മോൻ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാ ഞാൻ അവിടെ അന്വേഷിച്ച് ചെന്നിരിക്കും. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഇത് അമ്മയുടെ ഭാഗം. അവരുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്ക്. അമ്മ അന്വേഷിച്ചത് അമ്മയുടെ മകനെ. പക്ഷേ അവരമ്മയുടെ മകനെ അവിടെ ഒളിപ്പിച്ചു എന്നല്ല അതിനർത്ഥം. അവരുടെ അർത്ഥവും അനർത്ഥവും ഒന്നും എനിക്കറിയണ്ട. ഇങ്ങനെ പറയരുതമ്മേ. ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും അവരെത്ര താഴ്ന്നവരായാലും ശരി, അവർക്ക് അഭിമാനം എന്നുണ്ട്. അതിന് മുറിവേറ്റാലേ അവർക്കത് സഹിക്കില്ല. അവരുടെ അഭിമാനത്തിനേറ്റ മുറിവാ നിനക്കിപ്പോ പ്രശ്നം അല്ലേ? അല്ല, എന്റെ അഭിമാനത്തെ അവർ ചോദ്യം ചെയ്തു. നിന്റെ അമ്മയ്ക്ക് നിന്നെ ഇത്ര വിശ്വാസം ഇല്ലെന്ന് അവരെന്നോട് ചോദിച്ചപ്പോ ഞാൻ ആകെ നാണം കെട്ടുപോയി. അമ്മ എന്ത് പറഞ്ഞാലും ഇതെന്നെ അപമാനിക്കുന്നതിന് തുല്യമായിപ്പോയി. നീ എന്തിനാ ദുർഗ ഇവനെ അന്വേഷിച്ച് അവിടെ ചെന്നത്? മോശമായി പോയി. പ്രസാദേട്ടനൊന്ന് നിർത്ത്. നിനക്ക് അവള് പറയുന്നതാ വലുതല്ലേ? ഞാൻ ചെയ്യുന്നതേ ശരിയോ തെറ്റോ എന്ന് നീ വിലയിരുത്തിക്കോ. എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതാ തുളസി പറഞ്ഞതുകൊണ്ടായിരിക്കരുത്. അവൾ ഒരു പെണ്ണല്ലേ അമ്മേ? അവളുടെ മുറിയിലേക്ക് എന്നെ തെരഞ്ഞു കയറി ചെല്ലാന്ന് വെച്ചാ അത് ശരിയാണോ? ശരിയും തെറ്റുമൊക്കെ നിനക്കിപ്പോ അവള് പറഞ്ഞു തരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീയും നിന്റെ അച്ഛനും എന്ത് കരുതിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അവളുടെ വീട്ടിൽ നിന്നെ ഞാൻ ഇനിയും അന്വേഷിക്കും. കാരണം എന്താണെന്നറിയോ? തരം കിട്ടിയാ അവര് നിന്നെ ഇനിയും വീട്ടിലേക്ക് ക്ഷണിക്കും. നീ പോവുകയും ചെയ്യും. അതെനിക്ക്. സുലി ചേച്ചി പറയുന്നത് ഇവിടെ അടുത്ത് റസിയാന്ന് പേരുള്ള ആരും ഇല്ലെന്നാ. ആന്റി അവരൊക്കെ ചേർന്ന് പറ്റിച്ചതാന്നാ. എന്നെ പറ്റിക്കാനോ? അതിനാ വീട്ടിലാരും ജനിച്ചിട്ടില്ല. ഈ ദുർഗയെ പറ്റിക്കാവുന്ന ആരും വിചാരിക്കുകയും വേണ്ട. ഞാനെന്താ മണ്ടിയാണോ? അയ്യോ ആന്റി, എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ പറഞ്ഞതല്ല, സുലി ചേച്ചി എന്നോട് സംശയം പറഞ്ഞതാ. ആന്റി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ ചെന്നപ്പോ എന്തായിരുന്നു കണ്ടെന്ന്. ഞാൻ ചെല്ലുമ്പോ ആ പെൺകുട്ടിയുടെ കാലില് തുളസി നെയിൽ പോളിഷ് ഇട്ടു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആന്റി ആ പെണ്ണിന്റെ മുഖം കണ്ടായിരുന്നോ? പറ ആന്റി. മുഖം കണ്ടോന്ന് ചോദിച്ചാ ആ ദേഷ്യത്തില് ഞാൻ അത്ര കൃത്യമായിട്ടൊന്നും നോക്കിയില്ല.
സുലു ചേച്ചിയുടെ ഡൗട്ട് ഡൗട്ട്? ആ തുളസി ആദ്യേട്ടനെ മുസ്ലിം പെണ്ണായി വേഷം കെട്ടിച്ചതാണെന്ന്. ആന്റിക്ക് അത് മനസ്സിലാവാത്തതാ. സുലു ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനും ആലോചിച്ചു നോക്കി. ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാവല്ലോ. തുളസി എന്ത് ചെയ്യാൻ മടിക്കാത്തവളല്ലേ. അവൾ ആന്റിയെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കിട്ട് നല്ല പണി കൊടുക്കണം ആന്റി. അങ്ങനെയെങ്ങാനും എന്നെ കൺകെട്ട് വിദ്യ കാണിച്ച് അവള് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. അതിനു മുമ്പ് എനിക്കതിന്റെ സത്യം അറിയണം. അതെങ്ങനെ അറിയാനാ? വഴിയുണ്ട്. എന്താ ആന്റി? ആദ്യേട്ടനോട് ചോദിക്കാനാണോ? ആദ്യേട്ടൻ സത്യം പറയോ ചോദിച്ചാലും? അവൻ സത്യം പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അവന്റെ കാലിലാണ് അവള് നെയിൽ പോളിഷ് ഇട്ടതെങ്കിൽ അതിപ്പോഴും അവന്റെ കാലിൽ കാണുമല്ലോ. ഞാനതൊന്ന് നോക്കട്ടെ. ഓ, സൂപ്പർ ഐഡിയ ആന്റി. ആന്റിക്ക് നല്ല ബുദ്ധിയുണ്ട്. ശരിക്കും ആന്റി ആർക്കും തോപ്പിക്കാനാവില്ല. തോൽപ്പിക്കാന്നുള്ള അതിമോഹമായിട്ടാ ഇവിടെ ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നത്. അത് ഞാൻ ഇല്ലാതാക്കും. ഇനി വൈകണ്ട, വേഗം കയറിക്കോ. നിന്നെ ഞാൻ ഗ്രൗണ്ടിന് അപ്പുറത്താക്കി തരാം. അത് കേറ്. കേറ്. അല്ല, ആരെങ്കിലും കണ്ടാലോ? എന്റെ മണ്ടൂസേ, ആരുമില്ല. കേറ്. എന്നടി ഇറങ്ങടാ. എന്തുപറ്റി? ഒന്ന് ഇറങ്ങ. എന്താടി? ചെറിയ പ്രശ്നമുണ്ട്. പെട്രോൾ എന്തിനാ വണ്ടി വെച്ചേക്കുന്നേ? വണ്ടി എങ്ങനെ നിന്നാ എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ പെട്രോൾ തീർന്നോ? അതല്ല, ഇങ്ങ് വാ. വാ, എടി, ഇരിക്കെ. ഷൂസ് അഴിക്ക. എന്തിനാടി? അഴിക്കടാ വേഗം. എന്തിനാ ഷൂ അഴിക്കുന്നേ? ഇതെന്തിനാ പെട്രോള്? പറയാം. ഇതിപ്പോ എന്തിനാ? നീ കുടുങ്ങാതിരിക്കാനും നമ്മൾ നിന്റെ അമ്മയുടെ വായിലെ ചീത്ത കേൾക്കാതിരിക്കാനുമാ ഈ പെട്രോൾ വാഷ്. അതിന് അമ്മ എന്നെ സംശയിക്കുന്നില്ലല്ലോ. ആഹാ, നിനക്ക് ദുർഗാമ്മയെ പറ്റി എന്തറിയാം? നിന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിനക്ക് അവരെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ദുർഗാമ്മയുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നീ വീട്ടിലെത്തിയ ദുർഗാമ്മ ആദ്യം നോക്കാൻ പോകുന്നത് നിന്റെ കാലിന്റെ നഖത്തിൽ നെയിൽ പോളിഷ് ഉണ്ടോന്നായിരിക്കും. അത്രയ്ക്ക് കടന്ന് ചിന്തിക്കണോ? എതിർവശത്ത് ദുർഗാമ്മ ആവുമ്പോ ചിന്തിച്ചേ പറ്റൂ. നമ്മള് മനസ്സിൽ കാണുമ്പോ മാനത്ത് കാണുന്ന കക്ഷിയാ. ഷാർപ്പ് ബുദ്ധിയാ നിന്റെ അമ്മയുടേത്. ബുദ്ധിയുടെ കാര്യത്തില് നീയൊട്ട് മോശമല്ല. അമ്മയെക്കാളും ഇച്ചിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ. പറയുന്നതിനുള്ള അധികാരമൊക്കെ നഷ്ടപ്പെട്ടില്ലേ? സ്വന്തം വീടാണെന്നും സഹോദരനാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അന്യരെ പോലെ അകന്നു നിൽക്കാനാ വിധി. എനിക്കും ശരിക്കും ഭയം തോന്നുന്നുണ്ട് പ്രിയ. അച്ഛാ, ഒരു തരത്തിലാ ഞാൻ അമ്മ ഇത്രയും നേരം സമാധാനിപ്പിച്ചിരുത്തിയത്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ അച്ഛൻ ഓരോന്നും പറഞ്ഞാലേ അമ്മയുടെ ഉള്ള സ്വസ്ഥത കൂടി പോവും. ഞാൻ പറഞ്ഞതിൽ എന്താ മോളെ തെറ്റ്? ഇന്നത്തെ സംഭവം തന്നെ എടുത്തു നോക്ക്. നടക്കാൻ പോകുമ്പോ വെള്ളം കൊണ്ടുപോകണമെന്ന് പോലും ദുർഗേച്ചി പറഞ്ഞോ? അല്ലെങ്കിലും ഇത്രയും വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ഒരാളെ തനിച്ച് നടക്കാൻ വിടുവോ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കാം. നോക്കണം, അത്രേ ഞാനും പറഞ്ഞുള്ളൂ. കണ്ടില്ലേ, അമ്മ ഇപ്പൊ തന്നെ മൂഡ് ഓഫ് ആയി. അമ്മ, അവിടെ ദുർഗമ്മ മാത്രല്ല ഉള്ളത്, ആദിത്യനെ ഉണ്ടല്ലോ. നമുക്ക് പറയാനുള്ളത് അവനോട് പറയാം. മാമന്റെ കാര്യം അവൻ ശ്രദ്ധിച്ചോളൂ. അതെ, മോള് പറയുന്നതാ ശരി. ആദ്യോട് നമുക്കെന്തും പറയാം, അവനത് അനുസരിക്കുകയും ചെയ്യും.
കണ്ടോ അമ്മ ഡൗൺ ആയി. ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, അമ്മയോടൊന്നും നെഗറ്റീവായിട്ട് പറയല്ലേന്ന്. അമ്മയ്ക്ക് അമ്മയുടെ സഹോദരൻ എന്ന് വെച്ച ജീവനാ. നമ്മളൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെനിക്കറിയാം. പ്രസയെക്കുറിച്ചുള്ള ഒരു സങ്കടവാക്കും താങ്ങാനുള്ള കാര്യത്ത് പ്രിയക്കില്ല. അതിന് കുറ്റം പറയാനും പറ്റില്ല. അവരങ്ങനെ വളർന്നതല്ലേ. എന്തേത്? ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ വെജിറ്റബിൾ ജ്യൂസാ. 9 കൈൻഡ് ഓഫ് വെജിറ്റബിൾസ്, പിന്നെ ഫ്രഷ് ലൈം. കുടിച്ചു നോക്ക്. എനിക്കൊന്നും വേണ്ട. അതെന്താ? ദുർഗാന്റി പറഞ്ഞത് ആദ്യേട്ടൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാ, ജ്യൂസ് ഒക്കെ ഭയങ്കര ഇഷ്ടമെന്നാണല്ലോ. അമ്മ അങ്ങനെ പലതും പറയും. അത് കേട്ട് അതെല്ലാം ശരിയാണെന്ന് നീ കരുതണ്ട. ഇങ്ങനൊന്നും എന്നോട് പറയരുത് ആദ്യേട്ടാ, എനിക്ക് സങ്കടാവും. നീ ഒന്ന് മാറ്, എനിക്ക് നടക്കാൻ പോണം. ആദ്യേട്ടാ ഞാൻ വരട്ടെ? വേണ്ട. അതെന്താ? എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട്. അല്ല, നമുക്ക് ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നടക്കാൻ നല്ല രസമല്ലേ? യുഎസിലൊക്കെ അങ്ങനെയാ. അത് അമേരിക്ക, ഇത് കേരളം. ഞാൻ ഇവിടത്തെ രീതിയിലാ ജീവിക്കുന്നത്. എന്താ ആദ്യേട്ടാ നോക്കുന്നേ? ഒന്ന് പോകുന്നുണ്ടോ? അല്ല, ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നാശം. ആദ്യം ജ്യൂസ് കുടിച്ചില്ലേ? ഇല്ല, എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു. നടക്കാൻ വന്നോട്ടും ചോദിച്ചിട്ട് സമ്മതിച്ചതുമില്ല. നീ പോയി റെഡി ആയിട്ട് വാ, ഞാൻ ശരിയാക്കി തരാം. ഗുഡ് മോർണിംഗ് അമ്മ. ആദി, എന്താ അമ്മേ? നീ ഇന്ന് ജിമ്മിലാണോ പോന്നെ? അല്ലമ്മേ, നടക്കാനാ. എന്നാ പിന്നെ ഒരാളും കൂടെ കൂടെ ഉള്ളത് നല്ലതാ. അമ്മേ, അത് നിനക്കെന്താ ആതിരെ കൂടെ കൊണ്ടുപോയാല്? വെറുതെ നാട്ടുകാരെ കാണിക്കുന്ന എന്തിനാ അമ്മേ? നിനക്കാ തുളസിയുടെ കൂടെ എവിടെ പോവാനും ഒരു മടിയില്ലല്ലോ. തുളസി എന്റെ കസിൻ അല്ലേ? ആതിരെ നിന്റെ കസിൻ തന്നെയാ. ആ, നീ റെഡിയായോ? ഞാൻ റെഡി. എന്നാ ചെല്ല്. ആദ്യേട്ടാ വാ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നിന്നോട് വീട്ടിൽ ഇരുന്നോളെ. വീട്ടിൽ ഇരുന്ന ജോഗിങ് ചെയ്യുന്ന എങ്ങനെയാ ആദ്യേട്ടാ? നമ്മുടെ വീട്ടിന്റെ ടെറസിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ. എന്നാ വാ, നമുക്ക് ടെറസിൽ പോവാം. നമ്മൾ ഒരുമിച്ച് ടെറസിൽ നടക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പതിയെ നടക്കാനാണെങ്കിൽ ആദരിക്ക് വീടിന്റെ ടെറസിൽ നടക്കായിരുന്നല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, അവിടെ അമ്മയും അച്ഛനും സുലു ആന്റിയൊക്കെ ഉണ്ടല്ലോ. അതൊന്നും ശരിയാവില്ല, എനിക്ക് ആദ്യേട്ടനൊപ്പം നടക്കണം. നീ എന്റെ കൂടെ നന്നായിട്ട് ഓടിയാ പോലും എത്തില്ല. അതൊന്നും പ്രോബ്ലം ഇല്ല. എന്നാലും നമ്മൾ ഒരുമിച്ച് നടക്കാനുള്ളതല്ലേ. എന്തോ ഞാൻ സഹിക്കും. ആദ്യേട്ടനെ സ്വന്താക്കാൻ വേണ്ടി നടക്കാനും ഓടാനും ചാടാനും വേണ്ടി വന്നാൽ മരിക്കാനും ഞാൻ തയ്യാറാ. ചതിക്കല്ലേ? ഞാൻ ഒരിക്കലും ആദ്യേട്ടനെ ചതിക്കില്ല. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു ആദ്യേട്ടന്. നീയേ എന്റെ വീട്ടിലെ ഗസ്റ്റാ. നീ മരിച്ച കേസ് വരുന്നത് എന്റെ വീട്ടുകാർക്കാ. അപ്പൊ ഞാൻ മരിക്കുന്നില്ലല്ലോ ആദ്യേട്ടന് വിഷമം. ജീവിക്കുന്നത് മരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? അപ്പൊ എന്നോട് ഇഷ്ടമല്ല. നോക്കിക്കോ. ബഹളം വെക്കില്ല, ആരെങ്കിലും ഒക്കെ കേൾക്കും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. ആരാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയാത്തതുകൊണ്ട് ഒരു കാര്യമുണ്ടായി. രാക്കിന് പകരം ദുർഗയുടെ പ്രാർത്ഥന തുളസിമോൾക്ക് ലഭിച്ചു. അവളവിടെ ഇല്ലേ അടയ്ക്ക കുരുവി? ഇല്ല. എവിടെ പോയി? അവള് വ്രതമിരിക്കാൻ പോയിരിക്ക.
വ്രതമിരിക്കാനോ? എവിടെ? തൃക്കോട്ടൂർ അമ്പലത്തില്. തൃക്കോട്ടൂർ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ മാത്രം എന്തൊക്കെയാ ഈ പറയുന്നത്? തുളസിയുടെ തീരുമാനങ്ങളൊക്കെ പെട്ടെന്നല്ലേ. എന്നാലും തൃക്കോട്ടൂർ അമ്പലത്തിൽ വ്രതമിരിക്കുക എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യമാണോ? അതിന് മാത്രം എന്താ ഉണ്ടായത്? കഠിന വ്രതമല്ലേ അത്? കന്യകമാർ ആഗ്രഹ പൂർത്തീകരണത്തിനായി നടത്തുന്ന വ്രതമാണത്. അതും കുളിച്ച് ഈറിനോടെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മൃത്യുഞ്ജയ മന്ത്രം ഉരുവിട്ട് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കണം. ശിവപാർവതിമാരുടെ മുമ്പിൽ വ്രതശുദ്ധിയോടെ നടത്തുന്ന പൂജയ്ക്ക് തടസ്സം വന്ന നാശമാണ് ഫലം എന്നറിയില്ലേ? അറിയാം. പക്ഷേ തുളസി നേർച്ച നേർന്നുപോയി. അത് തടഞ്ഞാൽ അതിനേക്കാൾ പാപം. നിവൃത്തിയില്ലാതെയാ പ്രിയയും ഞാനും തുളസിയെ പറഞ്ഞയച്ചത്. എന്നാലും പെട്ടെന്നിങ്ങനെ എന്തായിരിക്കും അവൾക്ക് ഇങ്ങനെ തോന്നാൻ? ഇന്നലെ ഇവിടെ നിന്ന് വന്നതിന് ശേഷം കുറെ നേരം പൂജാമുറിയിൽ കയറി പ്രാർത്ഥനയായിരുന്നു. പിന്നെ പ്രിയയോട് വന്ന് നേർച്ചയുടെ കാര്യം പറഞ്ഞു. ക്ഷിപ്രകോപിയായ ശിവന്റെ സന്നിധിയിലേക്കല്ലേ നേർച്ച നേർന്നിരിക്കുന്നത്. തടയാൻ അവളെ കൊണ്ട് പറ്റിയില്ല. ഈശ്വര, ഇനി എന്തൊക്കെയാ ഉണ്ടാവുന്ന ആർക്കാ അറിയാ? തുളസിയുടെ ഈ കാര്യം കൂടി പറയാനാ ഞാൻ വന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? മടക്കി വിളിക്കാനും പറ്റില്ല. സാരമില്ല, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. വീട്ടിലെത്തി കുളിച്ച് റെഡിയായ ശേഷം നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോവാം. എന്താ പറ്റില്ലേ? ഇല്ല. ആദ്യേട്ടന് തുളസി അമ്പലത്തിൽ പോയതിന് പകരം ഏട്ടന്റെ ആദ്യേട്ടനോട് അവള് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന കാര്യം അവളോടും പറയരുത്. അല്ല, ആദര എവിടെ നിന്നാ പഠിച്ചത്? ഞാൻ പഠിച്ചതോ അധികം സ്റ്റേറ്റ്സിലാ. അതല്ല, ഇത്രയും മണ്ടത്തരങ്ങൾ എവിടെ നിന്ന് പഠിച്ചെന്നാ ചോദിച്ചത്. ഞാൻ മണ്ടിയാണോ? ഏയ്, അങ്ങനെ പറയാനും മാത്രം ഒന്നുമില്ല. ഈ കാഴ്ചയിലും സംസാരത്തിലും സ്വഭാവത്തിലും കുറച്ചുണ്ട്. ഹാവ്, അത്രയല്ലേ ഉള്ളൂ. പാവം. ആ, എല്ലാവരും പറയും എന്ത്? ഞാൻ പാവാന്ന്. ആദ്യേട്ടനും തോന്നിയല്ലേ? ഞാൻ പാവം തന്നെയാ ആദ്യേട്ടാ. ആദ്യേട്ടനെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന ഒരു പാവം. മോനെ ആദി, അങ്കിൾ, നീ നടക്കാനിറങ്ങിയാണെന്ന് പ്രസ പറഞ്ഞു. ആദ്യേട്ടൻ മാത്രല്ല, ഞാനും. ഞങ്ങള് രണ്ടുപേരും കൂടിയാ നടക്കാൻ ഇറങ്ങിയത്. അങ്കിള് വീട്ടിൽ പോയിരുന്നോ? പ്രസയെ കണ്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓ, ഒഫീഷ്യൽ കാര്യമായിരിക്കും അല്ലേ? അതെ. അല്ലെങ്കിൽ തുളസി എന്താ പറയാതെ പോയത്? അവള് തൃക്കോട്ടൂർ അമ്പലത്തിൽ പോയെന്നറിഞ്ഞു. നിന്നോടാരാ പറഞ്ഞത്? അങ്കിൾ, തുളസിയുടെ ഫ്രണ്ടില്ലേ പ്രവീണ, അവളാ പറഞ്ഞത്. അല്ല, തൊഴാൻ പോയതാണോ? അതെ, അവള് നല്ല ടെൻഷനിലായിരുന്നു. അവൾക്കെന്താ പെട്ടെന്നൊരു ടെൻഷൻ? അത് ആദ്യേട്ടാ മതി, വാ നമുക്ക് പോവാം. ഇങ്ങനെ വഴി കാണുന്നവരോടൊക്കെ സംസാരിച്ചോണ്ട് നിന്നാൽ ലേറ്റ് ആവും. അതേതായാലും നന്നായി. ഈ മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആവാനേ കുറച്ചു ദിവസത്തേക്ക് നോൺ ഒഴിവാക്കുന്നത് നല്ലതാ. അച്ഛാ, ഈ തൃക്കോട്ടൂർ ക്ഷേത്രം ഇവിടുന്ന് ഒരുപാട് ദൂരെയല്ലേ? പിന്നെ നീ എന്താ തൃക്കോട്ടൂര് പോകാൻ വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? ഏയ്, അങ്ങനെ വല്ല ചിന്തയും മനസ്സിലുണ്ടെങ്കിലേ അതിപ്പോഴേ അങ്ങ് ഉപേക്ഷിച്ചോ കേട്ടോ. അതെന്താ? അത്ര ശക്തിയുള്ള ക്ഷേത്രം അത്. നിന്റെ കുട്ടിക്കളിയൊന്നും അവിടെ നടക്കില്ല. ഞാൻ എന്തായാലും നേർച്ചയൊന്നും നേർന്നിട്ടില്ല. ഇത്രമാത്രം ഭീഷണിപ്പെടുത്താനായിട്ട് എന്താ അവിടുത്തെ പ്രത്യേകത? ശിവപാർവതിമാരുടെ അപൂർവ ക്ഷേത്രം അത്. ഉഗ്രരൂപിയായ പരമശിവനാണ് അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയും ആണല്ലോ പരമശിവൻ. അതുകൊണ്ട് തന്നെ അവിടെ വ്രതം ഇരിക്കുമ്പോ വളരെ ശ്രദ്ധിക്കണം. ചെറിയൊരു പാളിച്ച മതി. നമ്മൾ എന്തിനു വേണ്ടി വ്രതം എടുക്കുന്നോ ആ കാര്യം സാധിക്കില്ല എന്ന് മാത്രമല്ല, വ്രതാനുഷ്ഠാനം നടത്തുന്ന ആൾക്ക് വലിയ അപായങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും ഭഗവാൻ. പന്ത്രണ്ട് ദിവസം പരമഭക്തിയോടെ ഏകാഗ്രതയോടെ കന്യകമാർ അവിടെ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. അതും ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള കഠിന വ്രതമാ. അത് ചെയ്താൽ മനസ്സിലുള്ള ഏതാഗ്രഹവും ഭഗവാൻ നടത്തിക്കൊടുക്കും. അത്ര ശക്തിയുള്ള ദേവനാ തൃക്കോട്ടൂരപ്പൻ. അച്ഛനെന്താ വേഗം എഴുന്നേറ്റ്? ആ വിശപ്പങ്ങോട്ട് പോയി. തൃക്കോട്ടൂരപ്പനെ കുറിച്ച് കേട്ടിട്ടാണോ? ഏയ്,
എനിക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആദ്യേട്ടനെ വിളിക്കണ്ടേ? അവൻ നല്ല വിശപ്പില്ലാന്ന്. അയ്യോ എന്ത് പറ്റി? ഏയ് പേടിക്കാൻ മാത്രമൊന്നുമില്ല, അവൻ കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളൂ. എന്നാ ഞാനും പിന്നെ കഴിച്ചോളാം. ആ എന്നാ നിന്റെ ഇഷ്ടം. ആന്റി എന്താ? ഈ തിരക്കാട്ടുമ്മൽ അമ്പലം എവിടെയാ? തിരക്കാട്ടുമ്മലോ? അങ്ങനെ ഒരു അമ്പലത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ. തിരക്കോട്ടുമ്മൽ അല്ല, തിരക്കാട്ടുമ്മൽ. തൃക്കോട്ടൂർ അമ്പലമാണോ? ആ യെസ്. അതെവിടെയാ ആന്റി? അത് കുറച്ച് ദൂരെയാ. എന്താ നേർച്ച വല്ലതും നേർന്നിട്ടുണ്ടോ? അല്ല, അവിടെ നേർച്ച നേർന്നല്ല എന്താ ആന്റി? ഏതാഗ്രഹവും നടക്കും. അപ്പോ ആദ്യേട്ടന്റെ ഇഷ്ടത്തിന് വേണ്ടി നേർന്നാൽ തീർച്ചയായും നടക്കും. പക്ഷേ അവിടത്തേക്കുള്ള വ്രതവും പൂജയും ഒക്കെ കഠിനമാണ്. വ്രതം തെറ്റിയ വിപരീത ഫലം ചെയ്യും. എന്നുവെച്ചാ നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ തൃക്കോട്ടൂർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് അത് നടക്കേണ്ടതിന് പകരം നേർച്ചക്കാരന് ആപത്ത് സംഭവിക്കുമെന്ന്. നീ അതിനെന്തിനാ ചിരിക്കുന്നേ? അല്ല, അപ്പൊ ആന്റി ഒന്നും അറിഞ്ഞിട്ടില്ലേ? എന്ത്? തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ വ്രതം ഇരിക്കാൻ പോയിരിക്കുവാ. നിന്നോട് ആരാ ഇത് പറഞ്ഞത്? തുളസിയുടെ അച്ഛൻ ആദ്യേട്ടനോട് പറയുന്നത് കേട്ടതാ. നിങ്ങൾ വഴിയിൽ വെച്ച് തുളസിയുടെ അച്ഛനെ കണ്ടു കാണും അല്ലേ? അതെ. ഇനി എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ ആന്റി, തുളസിയുടെ വ്രതത്തിന് എന്തെങ്കിലും തടസ്സം സംഭവിക്കണേന്ന്. അവൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ തൃക്കോട്ടൂർ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയത് അത് നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രസാദേട്ടൻ ഇനിയൊരു ആപത്തും സംഭവിക്കില്ല. അതിന്റെ തെളിവാ തുളസിയെ കൊണ്ട് എങ്ങനെയൊരു തീരുമാനം എടുക്കാൻ തോന്നിപ്പിച്ചത്. സ്വന്തം അച്ഛന്റെ ആയുസിനു വേണ്ടി അച്ഛനാണെന്ന് അറിയാതെ നടത്തുന്ന പൂജ, അതിന്റെ മഹത്വം എത്ര വലുതായിരിക്കും. തുളസി തൃക്കോട്ടൂർ അമ്പലത്തിലെ വ്രതം ഇരിക്കാൻ പോയ കാര്യം ദുർഗേച്ചി ഒരിക്കലും അറിയാതിരിക്കുന്നതാ നല്ലത്. അതെ, അവര് ചിലപ്പോ മറ്റെന്തെങ്കിലും തെറ്റിദ്ധരിച്ചെന്നിരിക്കും. കന്യകയായൊരു പെൺകുട്ടി ഇത്രയും വലിയൊരു വ്രതം അനുഷ്ഠിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു ചിന്തയിലെ ദുർഗേച്ചി അതിനെ കാണും. തുളസിയെ കണ്ണിന് നേരെ കണ്ടുകൂടാത്ത ദുർഗേച്ചിക്ക് തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ വ്രതം അനുഷ്ഠിക്കാൻ പോയത് കേട്ടാൽ സഹിക്കില്ല. അതുകൊണ്ട് തുളസി എവിടെയെന്ന് ദുർഗേച്ചി ചോദിച്ചാ മറ്റെന്തെങ്കിലും കാരണം പറയുന്നതായിരിക്കും നല്ലത്. പക്ഷേ എന്താ ചേട്ടാ, പ്രസാദേട്ടന് ഇക്കാര്യം ദുർഗേച്ചിയോട് പറയുമെന്നാണോ സംശയം? അതല്ല, പിന്നെ ആദ്യോട് ഞാൻ തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ ആ പെണ്ണും അവന്റെ കൂടെ ഉണ്ടായിരുന്നു, ആതിര. ഈ പൂമാല എടുത്ത് അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചോ. തൃക്കോട്ടൂരിൽ നിന്ന് നിന്റെ സന്യാസിനിയുടെ ജഡം ഘോഷയാത്രയായിട്ട് ഈ ഉമ്മറത്തേക്ക് കൊണ്ടുവരുമ്പോ പ്രിയത്തിന് പകരം വെച്ച് പൊട്ടിക്കരയാൻ നിനക്ക്. ദുർഗേച്ചി പറയടി, അവളുടെ ഏത് അന്ത്യാഭിലാഷം നിറവേറ്റാൻ വേണ്ടിട്ടാ അവള് തൃക്കോട്ടൂർ അമ്പലത്തിൽ ഭജനം ഇരിക്കാൻ പോയത്? ദുർഗേച്ചി, അത് എന്റെ ആദ്യമോനെ സ്വന്തമാക്കാനാണോ? അങ്ങനെ വല്ല പകൽക്കിനാവും കണ്ട് അവള് ഭ്രമിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നിർത്തിക്കൊള്ളാൻ പറ അവളുടെ തോന്നിയവാസം. ചേച്ചി, തുളസി പോയിരിക്കുന്നതൊരു നല്ല കാര്യത്തിന്. ആരുടെ നല്ല കാര്യത്തിന്? എന്റെ ശ്വാസത്തിനൊപ്പം ഞാൻ ശപിച്ചോണ്ട് നടക്കുന്നൊരു പെണ്ണാവള്. അവളെ എന്റെ മരുമകളായിട്ട് നിലവിളക്ക് വെച്ച് വരവേൽക്കണമെങ്കിൽ ദുർഗം മരിക്കണം. ചേച്ചി വിളിക്കടി നിന്റെ ആ ഒരുമ്പെട്ടവളായി. എന്നിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ. ചേച്ചി, തുളസി പൂജ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതിന് മുടക്കം സംഭവിച്ച അതിന്റെ ദോഷം തുളസിക്കാം. ദോഷം ഉണ്ടാവണം. മുന്നും പിന്നും നോക്കാതെ ഒരു കാര്യത്തിന് എടുത്തു ചാടിയതിന്റെ ഭവിഷ്യത്ത് അവൾ അനുഭവിക്കണം. അങ്ങനെയൊന്നും പറയരുത് ദുർഗേച്ചി. അച്ഛനും അമ്മയും അമ്മാവനും കൂടി എടുത്ത തീരുമാനം കൊള്ളാം. ആദ്യ സ്വന്തമാക്കാൻ വേണ്ടി തൃക്കോട്ടൂർ അമ്പലത്തില് കഠിനവ്രതം. ആരുപദേശിച്ചെന്ന സൂത്രമാടിയത്? അയ്യോ, തുളസി വ്രതാനുഷ്ഠാനം നടത്തുന്നത് ആദ്യം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ പ്രസാദേട്ടന്റെ അസുഖം ഭേദമാകാൻ വേണ്ടിയിട്ടാ. അദ്ദേഹം തളർന്നു വീണതിന് ശേഷം അവള് വലിയ ടെൻഷനിലായിരുന്നു. പ്രസാദേട്ടന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അവള് തൃക്കോട്ടൂർ അമ്പലത്തിലെ വ്രതം അനുഷ്ഠിക്കാൻ പോയത്. പച്ചക്കള്ളം. ചുമ്മാതല്ല,
നിന്റെ മോള് ഗതി പിടിക്കാതെ പോയത്. നിന്റെ അല്ലേ സന്തതി. ഞാൻ പറയുന്നത് സത്യം. ആദ്യം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ല, പ്രസാദേട്ടന്റെ അസുഖം ഭേദമാകാൻ വേണ്ടിയിട്ടാ അവള് പൂജയും വഴിപാടുമായി തൃക്കോട്ടൂർ അമ്പലത്തിലേക്ക് പോയത്. എനിക്കതിൽ വിശ്വാസമില്ല. ദുർഗേച്ചി വിശ്വസിക്കണം. ഞാൻ ആരെ വേണമെങ്കിലും പിടിച്ച് സത്യം ചെയ്യാം. എന്റെ അമ്മ ഇത്ര ദുഷ്ടാണോ അങ്കിൾ? അയ്യോ അല്ല, നിന്റെ അമ്മ പഞ്ചപാവാണ്. അല്ല എന്താ ഈ പറയുന്നത് അങ്കിൾ? അല്ല, ഞാൻ അറിയാതെ പ്രിയയുടെ കാര്യം പറഞ്ഞു പോയതാ. ആ, ആന്റിയെ കുറിച്ചാണെങ്കിലും ഓക്കെ. പക്ഷെ എന്റെ അമ്മയുടെ ഈ സ്വഭാവം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ദുർഗേച്ചിയുടെ മനസ്സിൽ അവര് ചെയ്ത ഒരു ക്രൂരകൃത്യമല്ല, സത്യം തെളിയിക്കാനുള്ള ഒരു ദൈവിക കാര്യമാണ്. സത്യം തെളിയിക്കാൻ ഈ കാടൻ പ്രയോഗം അല്ലാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ലേ? ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. എല്ലാവരെയും നമുക്ക് എതിർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലരെയൊക്കെ അനുസരിച്ചേ പറ്റൂ. ആന്റി ഒരിക്കലും ഇതിന് നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു. നിന്റെ അമ്മ എന്തു പറഞ്ഞാലും ആന്റി അനുസരിക്കും. അത് അമ്മയെ പേടിച്ചിട്ടല്ല, നിന്റെ അച്ഛനെ ആന്റിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട്. അറിയാങ്കിൾ, പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി. എന്തായാലും നീ ഇതിന്റെ പേരിൽ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കരുത്. ഞാനിവിടെ വന്നതിനെ കുറിച്ച് അമ്മ എന്തെങ്കിലും പറഞ്ഞാ എനിക്ക് ചിലപ്പോൾ അമ്മയെ ധിക്കരിക്കേണ്ടി വരും. ഏയ്, അതൊന്നും പാടില്ല. ദുർഗേച്ചിയോട് ഇക്കാലം വരെ മറുത്തൊരു അക്ഷരം പറയാത്ത നീ ഇപ്പൊ പ്രതികരിക്കാൻ നിന്നാൽ ദുർഗേച്ചിക്കത് വലിയ സങ്കടമായി മാറും. അങ്കിളിന് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു? ചിലതൊക്കെ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ബന്ധുക്കളാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കണം. എങ്കിലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഈ കാര്യം അച്ഛൻ അറിഞ്ഞ എന്താ ഉണ്ടാവുമെന്ന് അങ്കിൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്കിള് പറഞ്ഞ ക്ഷമയും പൊറുക്കാനുള്ള കഴിവും എല്ലാം ഉള്ള ആളാ അച്ഛൻ. പക്ഷെ അച്ഛന്റെ അനിയത്തി ആരെങ്കിലും ഉപദ്രവിച്ചെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം അച്ഛൻ എല്ലാം മറക്കും. അതെനിക്കറിയാം. അതുകൊണ്ട് ആദ്യം മോനൊരു കാര്യം ചെയ്യണം. ഇന്നിവിടെ നടന്നതൊന്നും മോൻ അച്ഛനോട് പറയരുത്. ഇത് അങ്കിളിന്റെ അപേക്ഷയാണ്. എന്താ അങ്കിൾ ഈ പറയുന്നത്? അമ്മ ഇവിടെ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാ അച്ഛൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ടെൻഷനോടെ കാത്തിരിക്കുക അച്ഛൻ. ആ അച്ഛനോട് ഞാൻ എന്ത് പറയും? അമ്മ ഇവിടെ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയണം. അപ്പോ അതിന്റെ കൈ പൊളിച്ചത്? അത് തേൻ പുരട്ടിയാ മാറും. പക്ഷേ നീ അത് അച്ഛനോട് പറഞ്ഞാൽ കൊള്ളുന്നത് നിന്റെ അച്ഛന്റെ നെഞ്ചിനകത്തായിരിക്കും. എടാ, തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെയാ. നീ അമ്മയെ ധിക്കരിച്ചുകൊണ്ട് സംസാരിച്ചു. അമ്മ എന്ന ഒരു വലിയ ശരിയെ തിരുത്താൻ മാത്രം ഒരു മകനും ഇതുവരെ വളർന്നിട്ടില്ല. നീ പോയി അമ്മയോട് സോറി പറഞ്ഞിട്ട് വാ. ഞാൻ എന്തിനാ അമ്മയോട് സോറി പറയുന്നത്? അമ്മ എന്നെയല്ലേ അടിച്ചത്? അത് ശരി, അത് കൊള്ളാലോ. അപ്പൊ അമ്മ നിന്നോടാണോ സോറി പറയേണ്ടത്? എന്നോടാരും സോറി ഒന്നും പറയണ്ട. എടാ, നിനക്കെന്താ ഇത്ര ദേഷ്യം? നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം അമ്മ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ എന്ത് തെറ്റാ അമ്മയോട് ചെയ്ത്? എടാ, ഒരു ചോദ്യത്തിന് ഉത്തരം മറുചോദ്യം അല്ല. അച്ഛനല്ലേ എന്നോട് തുളസിയുടെ വീട്ടിൽ പോയി നോക്കാൻ പറഞ്ഞത്? നീ അവിടെ എത്തിയപ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് ഇറങ്ങിയെന്നല്ലേ നീ പറഞ്ഞത്? അമ്മ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചു? നീ അതിനൊന്നും ഒരു മറുപടി പറഞ്ഞില്ല. ഞാൻ പ്രിയോട് ചോദിച്ചോളാം. അയ്യോ വേണ്ട. അതെന്താ? അത് പിന്നെ അമ്മ അവിടെ ചെന്ന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കിയോന്ന് ചോദിച്ചപ്പോ ഒരു കുഴപ്പം ഉണ്ടാക്കില്ലെന്നാ പ്രിയാന്റി പറഞ്ഞു. എടാ, പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം? എടാ, നീ അമ്മയോട് ദേഷ്യപ്പെടരുത്. വഴക്കിടാം. അമ്മ എത്ര വലിയ തെറ്റ് ചെയ്താലും നീ അമ്മയെ ശപിക്കാനോ വെറുക്കാനോ ഒന്നും പാടില്ല. കാരണം അവൾ അത്ര ആഗ്രഹിച്ചിട്ടാ നീ ഉണ്ടായത്. അമ്മ കണ്ട സ്വപ്നത്തിലെ രാജകുമാരനാ നീ. എന്നിട്ടും അമ്മ എന്നെ തല്ലിയില്ലേ? എടാ, അതിന് കാരണക്കാരൻ ഈ അച്ഛനാ.
ഞാനാ നിന്നെ നിർബന്ധിച്ച് തുളസിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. നീ അവിടെ ചെന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാവും. തുളസിയുടെ അടുപ്പം കാണിക്കുന്നവരെല്ലാം നിന്റെ അമ്മയ്ക്ക് ശത്രുക്കളാണല്ലോ, അറിയാലോ. അമ്മയുടെ ആ ജന്മ ശത്രുവായിട്ടാ തുളസിയെ കാണുന്നത്. ആ മനസ്ഥിതി മാറാതെ അമ്മ ഒരിക്കലും എന്നെ നിന്നെ അംഗീകരിക്കില്ല. തുളസിയോട് മാത്രമല്ലല്ലോ അമ്മയ്ക്ക് ശത്രുത. പ്രിയ ആന്റിയോട് അങ്കിളിനോടൊക്കെ എത്ര ക്രൂരമായിട്ട് അമ്മ പെരുമാറുന്നേ. അവരോടൊന്നും സത്യം പറഞ്ഞാൽ അവൾക്ക് ശത്രുതയില്ല. അതൊക്കെ സ്വയം ജയിക്കാൻ വേണ്ടി അമ്മ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ മാത്രമാണ്. ജയിക്കാൻ വേണ്ടിയുള്ള കളിയില് എതിരാളികൾ ആരാണെന്ന് പോലും ആരും നോക്കാറില്ല. അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം അതിലൊരു സ്ഥാനമേ ഉള്ളൂ. നീ ശരിക്കും ആലോചിച്ച് ഉടനെ തന്നെ ഒരു തീരുമാനത്തിലെത്തണം. ആലോചന കൊണ്ട് വൈകിയ അപകടത്തിലാവുന്നത് നീയും ഞാനുമായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ ഒരു തീരുമാനമെടുക്കണം. നിന്റെ ആജന്മ ശത്രുവായ തുളസിയാണോ നിന്റെ മരുമകളായി വരേണ്ടത്, അതോ നിന്റെ സ്നേഹനിധിയായ ആതിരയോ? നീ ആലോചിക്കേ. നന്നായിട്ടൊന്ന് ആലോചിക്കേ. അപ്പച്ചി, അപ്പച്ചി, എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുമോ എന്ന്. എനിക്കും പേടിയുണ്ട് ജയേട്ട. തുളസി വ്രതം അനുഷ്ഠിക്കുന്നത് ആദ്യമായുള്ള വിവാഹം നടക്കാൻ വേണ്ടിയാണെന്നല്ലേ ദുർഗേച്ചിയും മംഗളപ്പച്ചിയും വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തെ മാറ്റാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചതല്ലേ. നീ കയ്യിൽ വെച്ച് കർപ്പൂരം വരെ കത്തിക്കാൻ തയ്യാറായി. എന്നിട്ട് പോലും ദുർഗേച്ചി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തുളസി പൂജ കഴിഞ്ഞ് തിരിച്ചു വരാൻ ഇനി 2 ദിവസം എന്ന് പറയുമ്പോ നാളെ മിക്കവാറും ദുർഗേച്ചിയായി വിവാഹ നിശ്ചയം നടത്തിയിരിക്കും. നമുക്ക് പ്രസയെ പോയെന്ന് കണ്ട് കാര്യം പറഞ്ഞാലോ? ഏട്ടൻ എന്തായാലും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയിക്കാഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത് തുളസിയുടെയും ആദിയുടെയും ജീവിതമായിരിക്കും. നമ്മൾ ആശിച്ചതും സ്വപ്നം കണ്ടതുമെല്ലാം വെറുതെയാവും. പക്ഷേ വയ്യാത്ത അവസ്ഥയില് പ്രസാദേട്ടൻ ഇതറിഞ്ഞ എന്തായാലും ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താൻ പ്രസ സമ്മതിക്കില്ല. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം വേണ്ടെന്ന് വെക്കാം. അതേ വഴിയുള്ളൂ. നീ എന്താ പ്രിയ പറയുന്നേ? എന്നെക്കാൾ ആദ്യം തുളസി ഒന്നിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചത് നീയായിരുന്നു. വിധിച്ചിട്ടില്ലെന്നങ്ങ് സമാധാനിക്കാം. സ്വയം ആശ്വസിക്കാൻ എല്ലാരും പറയുന്ന വാക്ക്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും ചെയ്യട്ട? ദുർഗേച്ചിയും അപ്പച്ചിയും പ്രസാദേട്ടനെ അറിയിക്കാതെയാവും ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുക. കഴിക്ക് ചെയ്യണ്ട. വാശി പിടിക്കാതെ കഴിക്ക് പ്രിയ. എനിക്ക് വേണ്ട. അല്ല പ്രിയേ, ഇതെന്താ ഇവിടെ ഊട്ടുമത്സരം? ഭാര്യ ഭർത്താവിനെ ഊട്ടുന്നു, ഭർത്താവ് ഭാര്യയെ ഊട്ടുന്നു. ഈ പ്രണയസല്ലാപത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ മക്കളെ? എഴുന്നേൽക്കണ്ട.
ബഹുമാനമൊക്കെ മനസ്സിലുണ്ടായിരുന്നാ മതി അല്ലേ അപ്പച്ചി? ആ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ദൈവം തമ്പുരാൻ വന്നാ പോലും എഴുന്നേക്കരുതെന്നാ പ്രമാണം. ഇരിക്കും, ഞാൻ രണ്ടുപേർക്കും ചായ എടുക്കാം. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങള്, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാ. എന്താ ദുർഗേച്ചി? എന്റെ ആദ്യ മോന്റെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. എന്ന് വെച്ചാൽ അവന്റെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു. വധു ആരാണെന്നറിയണ്ടേ? ഈ നിൽക്കുന്ന മംഗള അപ്പച്ചിയുടെ കൊച്ചുമകൾ ആതിര. ഓ, ആദിയെ സ്വന്തമാക്കാൻ വേണ്ടി തുളസി നടത്തുന്ന കഠിന വ്രതം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ചടങ്ങ് നിർവഹിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത് നടക്കാതെ പോകും. അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തി. ഇനി അവൾ ഒറ്റക്കാലി തപസ് ചെയ്യുകയോ ശിവതാണ്ഡവമാടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആതിരയുടേതായി കഴിഞ്ഞു. നിന്റെ മകൾക്ക് ഇനി ഒരിക്കലും ആദിയെ കിട്ടില്ല. ഈ മംഗള ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. ആദിയും ആതിരയും ഒന്നിക്കാൻ പോകുന്ന ആ മംഗളകർമ്മത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ പറ്റിയില്ല. ഇത്രയും അടുത്ത ബന്ധുക്കളായിട്ടും ദുർഗേച്ചിയോ മംഗള അപ്പച്ചിയോ ഞങ്ങളോട് ഈ വിവരം പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ആദിയെ സ്വന്തമാക്കാൻ വേണ്ടി ഞങ്ങളുടെ മോള് ഒരുപാട് കാലം ആശിച്ചും പൂജിച്ചും കഠിന വ്രതം അനുഷ്ഠിച്ചും അവന്റെ പിന്നാലെ നടന്നതല്ലേ എന്നൊക്കെ പരിതപിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഇവിടെ കയറി സന്തോഷ വാർത്ത അറിയിക്കാമെന്ന് വിചാരിച്ചത്. നിനക്കിതുവരെ അമ്മയോടുള്ള പിണക്കം മാറിയില്ലേ? എനിക്കതിന് അമ്മയോട് പിണക്കൊന്നുമില്ലല്ലോ. അപ്പോഴത്തെ ദേഷ്യത്തിന് അമ്മ ചെയ്തു പോയതാണെന്ന് പറഞ്ഞില്ലേ? അല്ലാതെ നിന്നെ വേദനിപ്പിക്കാൻ അമ്മയെ കൊണ്ട് കഴിയില്ലെന്ന് അറിയാലോ. ആന്റിയോട് എന്തിനാ ആദ്യേട്ടാ പിണങ്ങുന്നത്? ആന്റി പാവല്ലേ? ആന്റിയോട് പിണങ്ങിന് സോറി പറ. ഏയ്, സോറി പറയാൻ മാത്രമൊന്നുമില്ല. സോറി. ഇത് ഞാൻ അമ്മയോട് പിണങ്ങിയതിനല്ല, ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നതല്ല. അതൊന്നും സാരമില്ല. നമുക്കേ ഒന്ന് പുറത്തു പോയിട്ട് വരാം. പുറത്തോ? എവിടെ? നിന്റെ ഈ മൂടിക്കെട്ടിയ മുഖം കണ്ടിട്ടാവും കുറച്ചു ദിവസമായിട്ട് മനസ്സിന് നല്ല സുഖമില്ല. ഞാനും ക്ഷമ വിട്ട് എന്തൊക്കെയോ പെരുമാറിപ്പോയി. വാ, നമുക്കേ കുടുംബക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴുതിട്ട് വരാം. ഇന്നതിന് വിശേഷപ്പെട്ട ദിവസമൊന്നും അല്ലല്ലോ. നമ്മുടെ പരദേവതയെ കണ്ടു തൊഴാൻ അങ്ങനെ പ്രത്യേക ദിവസത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അമ്മ പോയിട്ട് വാ. ആന്റി മാത്രല്ല ഞാനും വരുന്നുണ്ട് ആദ്യേട്ടാ. നീയുണ്ടോ? ആ അതെ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയാ മതി. ആദി, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. പോയി കുളിച്ച് മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് വാ. ദൈവത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ മടി കാണിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും കുടുംബക്ഷേത്രത്തിലെ പരദേവതയുടെ കാര്യത്തില്. പിന്നെ ഷെൽഫില് ഞാൻ നിനക്ക് പുതിയൊരു മുണ്ടും ഷർട്ടും വാങ്ങി വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാൻ, കേട്ടോ? നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുമ്പോ എന്തിനാ പുതിയ മുണ്ടും ഷർട്ടും? പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. നല്ലതുപോലെ സൂക്ഷിച്ചു വെക്കണം. ഇത് കളയാതെ നോക്കേണ്ടത് നിന്റെ ആവശ്യമാണ്.
അല്ലടാ, നിന്റെ കല്യാണം മറ്റോ ആണോ? എന്റെ കല്യാണം അച്ഛനറിയാൻ നടക്കാനോ? നല്ല കഥ. എന്റെ ഈശ്വര, അതെങ്ങനെ സാററിഞ്ഞു? എല്ലാം കൊളമായില്ലോ എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പാ. അല്ലടാ, നിന്റെ വേഷം കണ്ടോണ്ട് ചോദിച്ചതാ. ഈ ആകമൊത്തം ഒരു പുതുമണവാളൻ ലുക്ക്. ലുക്കിലൊന്നും കാര്യമില്ലെന്ന് വെറുതെ പറയുന്നതാ. ഞാനും ഇത് പറഞ്ഞതാ. അമ്മയ്ക്ക് ഒരേ നിർബന്ധം, കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോ പുതിയ ഷർട്ടും മുണ്ടും തന്നെ ഇടണമെന്ന്. അങ്ങനെ ഒരു ചടങ്ങൊന്നും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇല്ലല്ലോ. പക്ഷെ കല്യാണ നിശ്ചയത്തിന് പോകുമ്പോ പുതിയ ഡ്രസ് ഇടുന്നതാ അതിന്റെ ഒരു മാന്യത. അമ്മയോട് ഞാൻ ആവുന്നത് പറഞ്ഞു നോക്കി, നോ രക്ഷ. പുതിയത് വേണോന്ന് ഒരേ വാശി. അതെന്താണാവോ അങ്ങനൊരു വാശി? അത് പിന്നെ ഇന്ന് പൗർണമിയല്ലേ, അതുകൊണ്ടാവും. പൗർണമിയാണെങ്കിൽ എന്താ? ഇത്രയും കാലം ഞാൻ അറിയാത്തൊരു ചടങ്ങ് അവിടെ ഇല്ലല്ലോ. ആ എന്നാ പിന്നെ ആദ്യമോന് വേണ്ടി ദുർഗേച്ചി എന്തെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടാവും. നീ തനിച്ചാണ് പോണേ? അവളുണ്ട്. ആതിര. അവളും വരുന്നുണ്ടോ? ഉണ്ടെന്ന് അവൻ പറഞ്ഞല്ലോ, പിന്നെന്തിനൊരു സംശയം? അവളും നിന്നെ പോലെ പുതിയ ഡ്രസ്സാണ് ഇടുന്നത്. പട്ടുസാരി ഉടുക്കാൻ പറഞ്ഞതാ, പക്ഷെ വകതിരിവില്ലാത്തൊരു പെണ്ണല്ലേ, എന്തോ ഒരു സാധനം വലിച്ചു വാരി ചുറ്റിട്ടുണ്ട്. സുലു, എന്താ സാർ? ഇത് നീ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടിരുന്ന മുറിയും. അയ്യോ, മുറിയത്തില്ല, നല്ല തൊലിക്കട്ടെ എനിക്ക്. അത് ഞങ്ങൾക്കല്ലേ അറിയൂ, ഉപ്പിച്ചിലിന് അറിയില്ലല്ലോ. കൊണ്ടുപോയി കളയും. എന്തോ അർത്ഥം വെച്ച് പറഞ്ഞ പോലെ. അതോ എനിക്ക് തോന്നിയതാണോ? പറഞ്ഞത് കേട്ടില്ലേ? യെസ് സാർ. എടാ